വെൽക്കം. റഹ്മാനാണ്. ബയോകെമിസ്ട്രി ലിപ്പിഡ് മെറ്റബോളിസം സീരീസിലെ വീഡിയോ ബയോസിന്തസിസ് ഓഫ് കൊളസ്ട്രോൾ ആണ്. ഡിനോവോ ബയോസിന്തസിസ് ഓഫ് കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ ഒരു സ്റ്റിറോൾ ആണ് എന്ന് നമുക്കറിയാം. സ്റ്റിറോൾ അവസാനം സ്റ്റിറോളിലാണ് വരുന്നത്. ആനിമൽ സ്റ്റിറോയിഡ് കോമ്പൗണ്ട്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കെമിക്കൽ ആണ് കൊളസ്ട്രോൾ. സോ എന്തിനാണ് ശരീരത്തിൽ കൊളസ്ട്രോൾ? വാട്ട്സ് ദ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സെൽ മെംബ്രെയിൻ നമ്മളിങ്ങനെ വരയ്ക്കുക അല്ലെ, സെൽ മെംബ്രെയിൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിനകത്ത് കൊളസ്ട്രോൾ ഇവിടെ ഇങ്ങനെ കൊളസ്ട്രോൾ ആയിട്ട് ഇരിപ്പുണ്ട്. സോ ഇതിന്റെ സെൽ മെംബ്രെയിന്റെ ഫ്ലൂയിഡിറ്റി റെഗുലേറ്റ് ചെയ്യുന്നതിൽ പ്രധാനിയാണ് കൊളസ്ട്രോൾ. ദെൻ സെൽ മെംബ്രെയിനിലെ ലിപ്പിഡ് റാഫ്റ്റ്, അവിടെയും കൊളസ്ട്രോൾ. ഇനി നമ്മുടെ സ്റ്റിറോയിഡൽ ഹോർമോൺസ് എന്ന് പറയുമ്പോൾ ഈസ്ട്രോജൻസ് ആകാം, പ്രൊജസ്ട്രോൺ ആകാം, ആൻഡ്രോജൻസ്, എല്ലാത്തിലും കൊളസ്ട്രോൾ ബേസ്ഡ് ആണ്. കൊളസ്ട്രോൾ ആണ് ബേസിക് സോഴ്സ്. ഇനി ദഹനേന്ദ്രിയത്തിലുള്ള ബൈൽ സോൾട്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കൊളസ്ട്രോളിൽ നിന്നാണ് അത് ഉണ്ടാക്കുക, ബൈൽ സോൾട്സ്. ഇനി വൈറ്റമിൻ ഡി ഉണ്ടാവാൻ നമുക്ക് കൊളസ്ട്രോൾ വേണം. ഇനി സെൽ മെംബ്രെയിനെ കുറിച്ച് തന്നെ പറഞ്ഞാൽ സെൽ മെംബ്രെയിൻ ന്യൂറോണൽ ഫൈബേഴ്സ്, സോ അതിന്റെയൊക്കെ കവറിങ്സ് എല്ലാം ഉണ്ട്. സോ ഇതെല്ലാം ഇൻസുലേറ്റർ ആയിട്ട് കൊളസ്ട്രോൾ ആണ് വർക്ക് ചെയ്യുക, ഇൻസുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സോ കൊളസ്ട്രോൾ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു വെച്ചാൽ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടും. മിൽക്ക്, ബട്ടർ, എഗ് യോക്ക്, സോ അവിടെ നിന്നൊക്കെ നമുക്ക് ധാരാളം കൊളസ്ട്രോൾ കിട്ടുന്നുണ്ട്. ദെൻ ഡയറ്ററി കൊളസ്ട്രോൾ പക്ഷേ നമ്മുടെ ഫുഡിൽ നിന്ന് കിട്ടുന്നത് മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നതിന്റെ വെറും 15% പരമാവധി വരിക. ബാക്കി 80% ഓർ പ്ലസ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയെടുക്കുന്ന കൊളസ്ട്രോൾ ആണ്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ലിവറിലാണ്. സോ ലിവർ അല്ലാതെ ഇൻറ്റസ്റ്റൈനൽ സെൽസിൽ വേണ്ടി ഉണ്ടാക്കാം. സോ ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാക്കാം, അഡ്രീനൽ കോർട്ടക്സിൽ ഉണ്ടാക്കാം, ഓവറീസ് ഇൻ ഫീമെയിൽസ്, ടെസ്റ്റിസ് ഇൻ മെയിൽ. സോ ഇവ എല്ലാം കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ കഴിയുന്ന സെല്ലുകൾ ഉണ്ട്. സോ ഇതെല്ലാം കൊളസ്ട്രോൾ ഉണ്ടാക്കും. സോ ഇങ്ങനെ കൊളസ്ട്രോൾ ശരീരത്തിൽ പുതുതാക്കി ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് നമ്മൾ ഡിനോവോ ബയോസിന്തസിസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഡിനോവോ ബയോസിന്തസിസ് ഓഫ് കൊളസ്ട്രോൾ, ഈ പാത്വേ എക്സ്പ്ലെയിൻ ചെയ്തത് കോൺറാഡ് ബ്ലോ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട്, BLOCH ആണ്. ദെൻ ഫിയോദർ ലൈനൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, ഇവർക്ക് നോബൽ സമ്മാനമൊക്കെ കിട്ടിയ എക്സ്പ്ലനേഷൻ ആണ് ബയോസിന്തസിസ് പാത്വേ ഓഫ് കൊളസ്ട്രോൾ. ഇനി കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ എന്തെല്ലാം വേണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനം ഇതിന്റെ പ്രിക്കേഴ്സർ എന്ന് പറയുന്നത് അസറ്റൈൽ കോയെ ആണ്. അസറ്റൈൽ കോയെ ആണ് ഏറ്റവും പ്രധാനം. കൊളസ്ട്രോളിൽ 27 കാർബൺ ഉണ്ട്. 27 കാർബണിലെ എല്ലാം തന്നെ 27 ഉണ്ടാകുന്നത് അസറ്റൈൽ കോയയിൽ നിന്ന് തന്നെയാണ്. ഈ അസറ്റൈൽ കോയ എവിടെ നിന്ന് വരുന്നു വെച്ചാൽ ഗ്ലൂക്കോസ് മെറ്റബോളിസം അല്ലെങ്കിൽ ഫാറ്റി ആസിഡ് ബ്രേക്ക് ഡൗൺ, ഇത് നമ്മൾ പല സ്ഥലത്ത് പറഞ്ഞതാണ്. എങ്കിലും സിട്രിക് ആസിഡ് സൈക്കിൾ, TCA സൈക്കിൾ, അതിൽ നിന്ന് സിട്രേറ്റ് സൈറ്റോസോളിലേക്ക് എത്തുന്നു. അവിടെ വെച്ചിട്ട് സിട്രേറ്റിനെ ലയേസ് ചെയ്തിട്ടാണ് നമ്മൾ അസറ്റൈൽ കോയെ സൈറ്റോപ്ലാസത്തിൽ ഉണ്ടാകും. സോ ഇതാണ് കൊളസ്ട്രോൾ സിന്തസിസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, ഇവിടെ നിന്നുള്ളതാണ്. ആൻഡ് രണ്ടാമത്തത് അസറ്റൈൽ കോയ അല്ലാതെ നമുക്ക് വേണ്ടത് പിന്നെ NADPH ആണ്. NADPH എവിടെ നിന്ന് വരുന്നു കഴിഞ്ഞാൽ HMG കോയ പാത്വേയിൽ നിന്ന് വരുന്നുണ്ട്. ദെൻ സൈറ്റോസോളിക് ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജിനേസ്, അവിടുത്തെ ആക്ഷൻ വഴിയും കിട്ടുന്നുണ്ട്. ദെൻ മാലിക് എൻസൈം വഴിയും നമുക്ക് NADPH കിട്ടുമെന്ന് നമ്മൾ പല വീഡിയോസിലും പഠിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത് വേണ്ടത് ATP ആണ്. ATPയും കൂടി വേണം. സോ ഈ 3 സംഭവങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത്. ഇനി കൊളസ്ട്രോൾ സിന്തസിസ് നടക്കുന്നത് നമ്മൾ പറയുന്നത് 5 പ്രധാന സ്റ്റെപ്പുകളായിട്ടാണ് പറയാം. ആൻഡ് ഈ ഓരോ സ്റ്റെപ്പിലും അതിനകത്ത് മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ഓരോ സ്റ്റെപ്പിനകത്തും വിവിധ സ്റ്റെപ്പുകളുണ്ട്. ഓക്കെ, സോ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പറയുന്നത് കണ്ടൻസേഷൻ ആണ്. കണ്ടൻസേഷൻ ഓഫ് വാട്ട്? കണ്ടൻസേഷൻ ഓഫ് അസറ്റൈൽ കോയാണ്. അസറ്റൈൽ കോയാണ് നമുക്ക് ഇതിന്റെ ബേസിക് സാധനം നമ്മൾ പറഞ്ഞു. സോ ഈ അസറ്റൈൽ കോയെ കണ്ടൻസ് ചെയ്യണം. 3 അസറ്റൈൽ കോയെ കണ്ടൻസ് ചെയ്ത് കൂടിച്ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മെവലോണേറ്റ് എന്ന് പറയുന്ന സംഭവം. മെവലോണേറ്റ് കിട്ടും. ആൻഡ് ഇതിനിടയിൽ ഫേമസ് ആയിട്ടുള്ള HMG കോയെ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ മെവലോണേറ്റിൽ നിന്ന് ഐസോപ്രിനോയിഡ് യൂണിറ്റ്സ് ഉണ്ടാവണം. ഐസോപ്രിനോയിഡ് യൂണിറ്റ്സ് ഉണ്ടാകലാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അല്ലെങ്കിൽ നമ്മളതിനെ ആക്ടിവേറ്റഡ് ഐസോപ്രിനോയിഡ്സ് എന്നാണ് വിളിക്കുക. ആക്ടിവേറ്റഡ് ഐസോപ്രിൻസ് ഉണ്ടാകണം. ആൻഡ് ഈ 2 സ്റ്റെപ്പ് നടക്കുന്നത് സെല്ലിനകത്ത് സൈറ്റോസോളിലാണ്. സെല്ലിന്റെ സൈറ്റോസോളിനകത്ത് വെച്ചിട്ടാണ് നടക്കുക. ഇനി നമ്മൾ 3 സ്റ്റെപ്പ് പറയും. ഈ 3 സ്റ്റെപ്പ് നടക്കുന്നത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ വെച്ചിട്ടാണ് നടക്കുക. അവിടെയുള്ള എൻസൈംസിന്റെ സഹായത്തോടു കൂടിയായിരിക്കും ഇത് നടക്കുക. സോ അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഉണ്ടായിട്ടുള്ള ഐസോപ്രിനോയിഡ്, ആക്ടിവേറ്റഡ് ഐസോപ്രിനോയിഡ്, അത് കൂടി ചേർന്നിട്ട് അത് സ്ക്വാലിൻ ആയിട്ട് മാറും. സ്ക്വാലിൻ എന്ന് പറയുന്ന സംഭവമായിട്ട് മാറലാണ്. സോ ആക്ടിവേറ്റഡ് ഐസോപ്രിൻസ് എല്ലാം കൂടി ചേർന്ന സ്ക്വാലിൻ ആകും. ദെൻ സ്ക്വാലിൻ ഉണ്ടായത് ഒരു ലീനിയർ സ്ക്വാലിനാണ്. അപ്പൊ ഇതാണ് മൂന്നാമത്തത്. നാലാമത്തത് ഈ ലീനിയർ ആയിട്ടുള്ള സ്ക്വാലിനെ നമ്മൾ സൈക്ലൈസ് ചെയ്യുന്നു, ഇങ്ങനെ വട്ടത്തിലാക്കി എടുക്കുന്നു, അല്ലെങ്കിൽ സൈക്ലിക് റിംഗ് ആക്കുന്നതിനെ നമുക്ക് സൈക്ലൈസേഷൻ ഓഫ് സ്ക്വാലിൻ എന്ന് പറയാം. അപ്പൊ ഉണ്ടാകുന്നത് ലാനോസ്റ്റിറോൾ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകും. ആൻഡ് ഫൈനലി 5ാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പറയുന്നത് ഈ ലാനോസ്റ്റിറോളിനെ നമ്മൾ കൊളസ്ട്രോൾ ആക്കി മാറ്റലാണ്. സോ ലാനോസ്റ്റിറോളിൽ നിന്ന് കൊളസ്ട്രോൾ ആവലാണ് ആ ഫൈനൽ സ്റ്റെപ്പ്. സോ ഫസ്റ്റ് മെവലോണേറ്റ് ആണ് ഉണ്ടാവുക, ദെൻ ഐസോപ്രിനോയിഡ്സ് ഉണ്ടായി, ദെൻ സ്ക്വാലിൻ ഉണ്ടായി, ദെൻ ലാനോസ്റ്റിറോൾ ഉണ്ടായി, ദെൻ
കൊളസ്ട്രോൾ ഉണ്ട്. സോ ഇത് രണ്ടും നടക്കുന്നത് സൈറ്റോസോളിലാണ്, ഇത് 3 നടക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ്. സോ സ്റ്റെപ്പ് നമ്പർ 1, ആദ്യത്തെ സ്റ്റെപ്പ് നടക്കുന്നത് സൈറ്റോസോളിൽ വെച്ചിട്ടാണ്. അപ്പൊ നമുക്കറിയാം സിട്രേറ്റിൽ നിന്നുണ്ടായിട്ടുള്ള 2 അസറ്റൈൽ കോയെ 2 എണ്ണം വേണം. ഈ 2 എണ്ണം ഒന്നിച്ചു ചേരുകയാണ്. ഒന്നിച്ചു ചേരുന്നതിനെ നമ്മൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്നായിരിക്കും ഇപ്പൊ നമ്മൾ പറയാ. കണ്ടൻസ് ചെയ്യുകയാണ്. ആൻഡ് റിയാക്ഷൻ ഇസ് റിവേഴ്സിബിൾ ആണെന്ന് ഓർക്കുക. ഒരു അസറ്റൈൽ കോയുടെ കോയെ അങ്ങ് മാറ്റേണ്ടി വരും. അപ്പോൾ നമുക്ക് വേണ്ട എൻസൈം എന്ന് പറയുന്നത് അസറ്റൈൽ കോയെ അസൈൽ ട്രാൻസ്ഫറേസ് ആണ്. അസറ്റൈൽ കോയെ അസറ്റൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. അല്ലെങ്കിൽ തയോലേസ് കൂടി നമുക്ക് വേണം. തയോലേസ് വേണം കാരണം COASH എന്നാണ് നമ്മൾ എഴുതുക. സൾഫർ വെച്ച് വേണ്ടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ തയോലേസ് എന്ന് പറയുന്ന എൻസൈം വേണ്ടി. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ഒന്ന് എഴുതി കഴിഞ്ഞാൽ അസറ്റൈൽ കോയെ സ്റ്റെപ്പ് CH3C ഡബിൾ ബോണ്ട് SEOA എന്ന് നമുക്ക് എഴുതാം. പ്ലസ് വീണ്ടും അത് തന്നെയാണ് CH3C ഡബിൾ ബോണ്ട് O ഉണ്ട് SEOA. ആൻഡ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പോകും? SEOA ഒരെണ്ണം പുറത്തേക്ക് പോകും. അപ്പൊ നമുക്ക് കിട്ടുന്നത് CH3C ഡബിൾ ബോണ്ട് O മുകളിലുണ്ട്. ദെൻ അടുത്ത CH3 അവിടെ പിടിപ്പിച്ചു, C ഡബിൾ ബോണ്ട് O ഉണ്ട് SCOA. സോ അപ്പൊ ഇവിടുത്തെ SCOA ആണ് പോയത്. അപ്പൊ ഇത് ജോയിൻ ചെയ്യും. സോ ഇതിന്റെ പേരെന്തായിരിക്കും? 2 അസറ്റൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അസറ്റൈൽ COA എന്ന് നമുക്ക് എഴുതാമല്ലോ. സോ 2 കാർബൺ ചേർന്ന് നമുക്ക് 1 2 3 4 കാർബൺ ഉള്ള കോമ്പൗണ്ട് നമുക്ക് കിട്ടി, പ്രൊഡക്റ്റ് നമുക്ക് കിട്ടി. സോ ഇവിടെ CH2 ഉള്ള. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു അസറ്റൈൽ കോയെ കൂടി പിടിപ്പിക്കണം. അസറ്റൈൽ കോയ എന്ന് പറയുമ്പോൾ CH3C ഡബിൾ ബോണ്ട് O SCOA കൂടി നമുക്ക് പിടിപ്പിക്കുകയാണ്. സോ 3ാമത്തെ അസറ്റൈൽ കോയാണ്. 2 ഓൾറെഡി ആഡ് ചെയ്തു, 3ാമത്തെയാണ് ആഡ് ചെയ്യുക. ആൻഡ് ഈ റിയാക്ഷനും റിവേഴ്സിബിൾ ആണ്. അപ്പൊ ഇങ്ങനെ വരയ്ക്കുക. ആൻഡ് ഇവിടെ നമ്മൾ വാട്ടർ കൂടി കൊടുക്കുന്നുണ്ട്, H2O കൂടി കൊടുക്കുന്നുണ്ട്. സോ അപ്പോൾ ഉണ്ടാവുന്നത് HMG കോയയാണ്. സോ എൻസൈം ഈസ് HMG കോയെ സിന്തേസ് എന്ന് പറയുന്ന എൻസൈം ആണ് ഇവിടെ യൂസ് ചെയ്യുക. ആൻഡ് ഇത് ഒരു 6 കാർബൺ ഉള്ള ഒരു സ്ട്രക്ചറാണ്. സോ ഒരു കാർബണുടെ സൈഡ് ചെയിൻ ആണ്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ആര് പോകണം? ഈ SCOA ഒരെണ്ണം പുറത്തേക്ക് പോകണം. COA SH ആയിട്ട് അത് പുറത്തേക്ക് പോകും. സോ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് വരച്ചു കഴിഞ്ഞാൽ സെയിം, ഇവിടെ ഒന്നും ഒരു വ്യത്യാസമില്ല. SCOA അങ്ങനെ തന്നെ ഉണ്ട്. ദെൻ C ഡബിൾ ബോണ്ട് O അങ്ങനെ തന്നെ ഉണ്ട്. ദെൻ CH2 അങ്ങനെ തന്നെ ഉണ്ട്. സോ ഇവിടം വരെ അങ്ങനെ തന്നെ ഉണ്ട്. വ്യത്യാസം വന്നിരിക്കുന്നത് ഈ C ഡബിൾ ബോണ്ട് ഓയിലാണ്. അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ദെൻ പിന്നെ നമ്മുടെ CH2 ഗ്രൂപ്പ് ആണ്. ദെൻ ഇവിടെ വരുന്നത് C ഡബിൾ ബോണ്ട് OH ആണ്. അപ്പൊ നമുക്ക് തൽക്കാലം ഇങ്ങനെ എഴുതാം, O എന്ന് എഴുതാം. സോ ഇവിടെ കിട്ടിയ പ്രോഡക്റ്റിന്റെ പേര് ഇത് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആയിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ അസിഡിക് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഓർ കാർബോക്സിലിക് ഗ്രൂപ്പ് ആയിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് ആൽഫ കാർബൺ ആണ്, ഇത് ബീറ്റാ കാർബൺ. സോ നമുക്ക് കിട്ടുന്നത് ബീറ്റ ഹൈഡ്രോക്സി എന്ന് പറയുന്ന സംഭവം അവിടെ ഉണ്ടല്ലോ. അത് മാത്രമാണോ? വീണ്ടും ബീറ്റ മീഥൈൽ ഗ്രൂപ്പ് കൂടി അവിടെ ഉണ്ട്. സോ ബീറ്റ ഹൈഡ്രോക്സി, ബീറ്റ മീഥൈൽ ഗ്ലൂട്ടാറൈൽ എന്നാണ് നമ്മൾ എഴുതുക. ഗ്ലൂട്ടാറൈൽ കോഎ നമുക്ക് കിട്ടും. സോ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും മീഥൈൽ ഗ്രൂപ്പും രണ്ടും ബീറ്റ പൊസിഷനിൽ ആണ്. ഗ്ലൂട്ടാമിക് ആസിഡിന്റെ ഡെറിവേറ്റീവ് ആണ്. എന്താണ് ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് വെച്ചാൽ 1 2 3 4 5 ഇത് 5 കാർബൺ ഉള്ള ഇപ്പുറവും കാർബോക്സിലിക് ആസിഡ് ഉള്ള ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ ഗ്ലൂട്ടറേറ്റ് ഓർ ഗ്ലൂട്ടാറിക് ആസിഡ് എന്ന് പറയാം. സോ അതിന്റെ ഒരു ഡെറിവേറ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ ഹൈഡ്രോക്സി മീഥൈൽ ഗ്ലൂട്ടറേറ്റ് ഓർ നമുക്ക് HMG കോഎ ആണ് കിട്ടിയത്. സോ അപ്പൊ നമുക്ക് വേണ്ടത് HMG കോഎ സിന്തേസ് എന്ന് പറയുന്ന എൻസൈം ആണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് കിട്ടിയ ബീറ്റ ഹൈഡ്രോക്സി, ബീറ്റ മീഥൈൽ ഗ്ലൂട്ടറൈൽ കോഎ നമുക്ക് ഇനി അടുത്ത മെവലോണേറ്റ് ആക്കണം. സോ നമുക്ക് മെവലോണേറ്റ് ആക്കലാണ് അടുത്ത സ്റ്റെപ്പ്. സോ എൻസൈം വേണ്ടത് HMG കോയിലാണ് ആക്ട് ചെയ്യുന്നത്. സോ HMG കോയെ തന്നെയാണ്. ഇതിനെ റിഡക്ഷൻ ചെയ്യണം അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാണ്. സോ റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈം ആണ് നമ്മൾ ഉപയോഗിക്കുക. സോ സ്റ്റെപ്പ് ഈസ് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? 2 NADPH പ്ലസ് 2 H പ്ലസും കൂടി കൊടുക്കണം. NADPH നമ്മൾ കൊടുക്കണം. അപ്പോ നമുക്ക് കിട്ടുന്നത് 2 NADP പ്ലസ് നമുക്ക് കിട്ടും. സോ അപ്പോൾ പുറത്തേക്ക് പോകുന്നത് ഏതാണ്? ഈ ഭാഗത്തെ SCOA അല്ലെങ്കിൽ കോഎൻസൈം A ആണ് പുറത്തേക്ക് പോവുക. സോ കോഎൻസൈം A SH ആയിട്ട് പുറത്തേക്ക് പോകും. സോ ആക്ഷൻ നടക്കുന്നത് ഇവിടെ ഈ 5ാമത്തെ പൊസിഷനിലാണ്. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് ഇറിവേഴ്സിബിൾ ആണ് എന്നുള്ളതാണ്. ആൻഡ് ഇതിലും 6 കാർബൺ തന്നെയുണ്ട്. ഒരു കാർബൺ സൈഡ് ചെയിൻ ആയിട്ടാണ് ഇരിക്കുക. അപ്പൊ നമുക്ക് വരച്ചു കഴിഞ്ഞാൽ ആകെയുള്ള മാറ്റം നമ്മൾ പറഞ്ഞു ഈ 5ാമത്തെ പൊസിഷനിലാണ് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഇവിടെയൊക്കെ നമുക്ക് സെയിം തന്നെയാണ്. C ഡബിൾ ബോണ്ട് ഓടെ ഉണ്ട്, ഒരു OH ആണ്, അത് നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. ദെൻ CH2 ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ദെൻ C ബീറ്റ പൊസിഷനിൽ 2 ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു CH3 ഗ്രൂപ്പ് ഒക്കെ അങ്ങനെ തന്നെ ഉണ്ട്. CH2 ഇവിടെ, ദെൻ ഇവിടെ CH2 ആയി ദെൻ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് കൂടി വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വ്യത്യാസം. സോ ഈ കിട്ടിയതാണ് നമ്മുടെ മെവലോണേറ്റ്
മെവലോണൈറ്റ് എന്ന് പറയുന്ന സംഭവമാണ് നമുക്ക് കിട്ടിയത്. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അസിറ്റൈൽ കോയെ കണ്ടൻസ് ചെയ്തിട്ട് മെവലോണൈറ്റ് ഉണ്ടാക്കുകയാണ് സൈറ്റോസോളിൽ വെച്ച് നടക്കുന്ന ആ സംഭവം പൂർത്തിയായിട്ടുണ്ട്. സോ ഈ എൻസൈം HMG കോയെ റിഡക്ടേസ് ഇസ് ദ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ഇതാണ്. സോ ഈ സ്റ്റെപ്പാണ് ബയോസിന്തസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആൻഡ് ദിസ് ഈസ് ദ വൺ വിച്ച് ഈസ് റെഗുലേറ്റഡ് ആൻഡ് ഓൾസോ കമ്മിറ്റഡ് സ്റ്റെപ്പ്. ഇതാണ് ഒരിക്കലും ഇതായി കഴിഞ്ഞാൽ പിന്നെ അത് കൊളസ്ട്രോൾ ആയിട്ട് മടങ്ങാൻ പറ്റും. ആൻഡ് ഈ എൻസൈം ഉള്ളത് സൈറ്റോസോളിലാണ് നടക്കുന്നെങ്കിലും ഈ എൻസൈം ഉള്ളത് HMG കോയെ റിഡക്ടേസ് ഉള്ളത് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മെംബ്രെയിനിലാണ്. പക്ഷേ ഇത് സൈറ്റോസോളിലേക്ക് ഇതിന്റെ കാറ്റലിറ്റിക് ഡൊമൈൻ തള്ളി നിൽക്കുന്നതുകൊണ്ട് അത് വെച്ചിട്ടാണ് സംഭവങ്ങളൊക്കെ ചെയ്യുക. ആൻഡ് ഈ എൻസൈമിനെ തടയുന്ന പ്രധാനപ്പെട്ട മരുന്നുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സ്റ്റാറ്റിൻസ് എന്ന് പറയുന്ന സിംവാസ്റ്റാറ്റിൻ, അറ്റോർവാസ്റ്റാറ്റിൻ, ലോവാസ്റ്റാറ്റിൻ പോലെയുള്ള സ്റ്റാറ്റിൻ ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾ ഇവിടെ ഈ എൻസൈമിലാണ് പ്രവർത്തിക്കുക. ആൻഡ് മാത്രമല്ല ഈ ഉണ്ടാകുന്ന മെവലോണൈറ്റ് കൂടുതൽ ഉണ്ടായി കഴിയുമ്പോൾ HMG കോയെ റിഡക്ടേസിനെ നമുക്ക് ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ എന്ന് പറയാൻ തടയാൻ പറ്റും. ദെൻ ഭക്ഷണത്തിൽ നിന്ന് കൂടുതലായിട്ട് കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാലും ദിസ് എൻസൈമിനെ തടയാനായിട്ട് പറ്റും. സോ റെഗുലേറ്ററി സ്റ്റെപ്പ് ആണല്ലോ. സോ 3 അസിറ്റൈൽ കോയെ ചേർന്ന് HMG കോയെ വഴി മെവലോണൈറ്റ് ഉണ്ടാക്കി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അടുത്ത സ്റ്റേജ് ആണ്. ഈ സ്റ്റേജിൽ നമ്മൾ മെവലോണൈറ്റ് ഉണ്ടായി ഇതിനെ നമ്മൾ ഐസോപ്രിനോയിഡ്സ് ആയിട്ട് മാറ്റണം. സോ വി നീഡ് ടു കൺവേർട്ട് ദിസ് ടു ഐസോപ്രിനോയിഡ്സ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ഐസോപ്രിനോയിഡ്സ് എന്ന് പറയുന്ന സംഭവങ്ങളാക്കി മാറ്റണം. ആൻഡ് ഇതിനാദ്യം വേണ്ടത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു 5th കാർബൺ, ഈ 5ാമത്തെ കാർബണിലേക്ക് ഇവിടെ 2 ഫോസ്ഫേറ്റ് അങ്ങ് പിടിപ്പിക്കുക എന്നുള്ളതാണ്. ദെൻ പിന്നെ ഈ 3ാമത്തെ കാർബൺ ഇവിടെയും ഒരു ഫോസ്ഫേറ്റ് കൊണ്ടുപോയി പിടിപ്പിക്കുക. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ഫോസ്ഫേറ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? നമുക്ക് ATP കൊടുത്തേ പറ്റൂ. ATP അപ്പോൾ ADP ആയിട്ട് മാറും. ഒരു ഫോസ്ഫേറ്റ് അവിടെ എടുക്കും, ADP. സോ ഇവിടെ വേണ്ട എൻസൈം മെവലോണൈറ്റിലാണ് ആക്ട് ചെയ്യുന്നത്. മെവലോണൈറ്റിന്റെ എവിടെയാണ് 5 പൊസിഷൻ ആണ്. സോ മെവലോണൈറ്റ് 5 ഫോസ്ഫോ ട്രാൻസ്ഫറേസ് എന്നാണ് ഈ എൻസൈമിന്റെ പേര്. ആൻഡ് അപ്പോൾ ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ആയി എന്ന് മനസ്സുകൊണ്ട് അങ്ങ് വിചാരിക്കുക. ദെൻ വീണ്ടും ഒരു ഫോസ്ഫേറ്റ് കൂടി, നെക്സ്റ്റ് ഫോസ്ഫേറ്റ് നമുക്ക് വീണ്ടും ആഡ് ചെയ്യണം. അതിനുപയോഗിക്കുന്ന എൻസൈമിന്റെ പേര് ഫോസ്ഫോ മെവലോണൈറ്റ് ആണ്. ഞാൻ മൊത്തം എഴുതുന്നില്ല. ഫോസ്ഫേറ്റ് ആഡ് ചെയ്യാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എൻസൈം കൈനേസ് ആണ്. സോ വി ആഡ് കൈനേസ്. അപ്പോൾ നമ്മൾ വീണ്ടും ATP നമ്മൾ കൊടുത്തേ പറ്റൂ. അത് ADP ആയിട്ട് മാറും. ഒരു ഫോസ്ഫേറ്റ് ഇവിടെ എടുത്ത് കൊടുക്കും. സോ അപ്പോൾ ഉണ്ടാവുന്നത് ഈ ഭാഗത്തൊന്നും ഒരു വ്യത്യാസമില്ല. C ഡബിൾ ബോണ്ടോ അങ്ങനെ തന്നെ ഉണ്ട്. O ഇവിടെ ഉണ്ട്, CH2 ഇവിടെ ഉണ്ട്, C ഇവിടെ ഉണ്ട്, OH ഇവിടെ ഫോസ്ഫേറ്റ് ആഡ് ചെയ്തിട്ടില്ല, CH3 ഇവിടെ തന്നെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ദെൻ ഉള്ളത് CH2 ഗ്രൂപ്പ് ആണ്. CH2 ഗ്രൂപ്പിലേക്ക് ദെൻ ഇവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിലാണ് നമ്മൾ ആഡ് ചെയ്തത്. ഫോസ്ഫേറ്റ് നമ്മൾ എഴുതുക സാധാരണ ഇങ്ങനെ O എഴുതുന്നു, ദെൻ P ഡബിൾ ബോണ്ട് O എഴുതുന്നു, ദെൻ വീണ്ടും O എഴുതുന്നു, ദെൻ O. ഇതാണ് ഒരു ഫോസ്ഫേറ്റ്. ഞാൻ അടുത്ത ഫോസ്ഫേറ്റ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇടുന്നു. സോ നമുക്ക് കിട്ടിയത് 2 ഫോസ്ഫേറ്റ് ഉണ്ടെങ്കിൽ നമ്മളപ്പോൾ അതിന് ഉപയോഗിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് പൈറോയാണ്. സോ 5 പൈറോ ഫോസ്ഫോ മെവലോണൈറ്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് കിട്ടി. ഇനി 3ാമത്തെ ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇവിടെ 3rd പൊസിഷനിലേക്കാണ്, ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിലേക്കാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ആഡ് ചെയ്യാനുള്ള എൻസൈമിന്റെ പേര് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി പൈറോഫോസ്ഫേറ്റ് ഉണ്ട്. അത് മെവലോണൈറ്റ് ആണ്. പൈറോഫോസ്ഫേറ്റ് എഴുതാം, മെവലോണൈറ്റ് എഴുതാം. പൈറോഫോസ്ഫേറ്റ് മെവലോണൈറ്റ് ഡീകാർബോക്സിലേസ് എന്നാണ്. ഡീകാർബോക്സിലേസ്. ഇപ്പൊ എന്തോ ഒരു ഡീകാർബോക്സിലേഷൻ കൂടി ചെയ്യുന്ന പണിയുള്ള ഒരു എൻസൈമാണ്. നമുക്കിപ്പോൾ ആദ്യം ഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്നു സങ്കല്പിച്ചു കഴിഞ്ഞാൽ 3ാമത്തെ പൊസിഷനിലെ ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് വരയ്ക്കാം. C ഡബിൾ ബോണ്ടോ ഇങ്ങനെ ഉണ്ട്, OH ആണ്, ഇങ്ങനെ എഴുതാം. നമുക്ക് CH2 ഇവിടെ ഉണ്ട്. ഞാൻ തൽക്കാലം ഈ CH3യെ മുകളിലേക്ക് എഴുതുകയാണ്. നമുക്ക് ഇവിടെ ഫോസ്ഫേറ്റ് പിടിപ്പിച്ചു എന്നാണ് നമ്മൾ എഴുതുക. ഇവിടെ O ഉണ്ട്, P ഡബിൾ ബോണ്ടോ, ദെൻ O മൈനസ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് P എന്നിട്ടാലും മതി. സോ ബാക്കിയെല്ലാം സെയിം ആണ്. ഇവിടെ എല്ലാം ഈ സംഭവം സെയിം ആണ്, ഇത് സെയിം ആണ്, ഇതൊക്കെ സെയിം ആണ്. പൈറോഫോസ്ഫേറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഉണ്ടാവുന്നത് 3-ൽ ഒരു ഫോസ്ഫോ കൂടിയായി. അപ്പൊ 3 ഫോസ്ഫോ ആയി. 3 ഫോസ്ഫോ 5 അല്ലെ, പൈറോഫോസ്ഫോ മെവലോണൈറ്റ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ എന്താണ് ആഡ് ചെയ്തത്? ഒരു ATP നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ATP ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഫോസ്ഫേറ്റ് ഇവിടെ കൊടുത്തു. അപ്പോൾ ADP ആയിട്ട് മാറി. ഇപ്പൊ എൻസൈമിന്റെ പേര് ഡീകാർബോക്സിലേസ് എന്നാണ്. അപ്പൊ എന്തെങ്കിലും ഡീകാർബോക്സിലേസ് ചെയ്തേ പറ്റൂ. എവിടെയാണ് കാർബോക്സിൽ ഗ്രൂപ്പ് ഉള്ളത്? ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ തന്നെയാണ്. ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണ് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ, ഇവിടെ മെക്കാനിസം ഇച്ചിരി കോംപ്ലക്സ് ആണ്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് കാർബണിൽ CH2 എന്ന് നമുക്ക് എഴുതാം. ദെൻ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ്, ഇതൊരു ഡബിൾ ബോണ്ട് ആയി എന്നുള്ളതാണ്. അടുത്ത് ഇവിടെ CH3 ഇവിടെ തന്നെ ഉണ്ട്. ദെൻ ഇവിടെയുള്ള ഫോസ്ഫേറ്റ് അത് പോയി. നോ ഫോസ്ഫേറ്റ്, ഇവിടെ ഫോസ്ഫേറ്റ് ഇല്ല. അതാണ് നമുക്ക് കിട്ടുക. ആൻഡ് പിന്നെ CH2 മുകളിൽ ഇത് തന്നെ CH2 ഇവിടെ ഉണ്ട്. നമുക്ക് ആ CH2 അവിടെ തന്നെ വീണ്ടും എഴുതി. ദെൻ CH2 ഉണ്ട്. 2 ഫോസ്ഫേറ്റ് ഞാൻ ഇനി സിമ്പിൾ ആയിട്ട് എഴുതുന്നു. 2 ഫോസ്ഫേറ്റ് ഉണ്ട്. സോ ഇവിടെ ഡബിൾ ബോണ്ട് ആയി എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേക ശ്രദ്ധ വേണ്ട കാര്യം. ആൻഡ് ഇതിന്റെ പേര് ഡെൽറ്റ3 ഐസോ പെന്റനൈൽ പൈറോ. 2 ഫോസ്ഫേറ്റ് ഉള്ളതുകൊണ്ട് പൈറോഫോസ്ഫേറ്റ് എന്നാണ്. ആൻഡ് എന്താണ് ഈ സംഭവം? നമുക്ക് വേണ്ടതാണ്, സംഭവമായി കഴിഞ്ഞു. ആക്ടിവേറ്റ്
ആക്ടിവേറ്റഡ് ഐസോപ്രീൻ ആണ്, ഐസോപ്രീൻ കോമ്പൗണ്ട് ആണ് ഈ കിട്ടിയിരിക്കുന്നത്. സോ അപ്പോൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് പോകണം, അതും കൂടി പോയിട്ടുണ്ട്, കാരണം ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പോയിട്ടുണ്ട്. ഇനി ഈ ഉണ്ടായത് Δ3 ഐസോപെന്റനൈൽ പൈറോഫോസ്ഫേറ്റ് ആണ് ഇരിക്കുന്നത്. ആൻഡ് ഇതിന് മറ്റൊരു എൻസൈം, അതിന്റെ പേര് ഐസോപെന്റനൈൽ ആണ്. ഐസോപെന്റനൈൽ പൈറോഫോസ്ഫേറ്റ് ആണ് ഇരിക്കുന്നത്. ഐസോപെന്റനൈൽ പൈറോഫോസ്ഫേറ്റ് നമുക്ക് IPP എന്ന് എഴുതാം. ഐസോമറൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മറ്റൊരു തരം സ്ട്രക്ചർ ആക്കി മാറ്റാം. ഐസോമറൈസ് ആണോ, അപ്പൊ അതിന്റെ ഐസോമർ ആയിരിക്കും. വ്യത്യാസം വരുന്ന ഇവിടെ നോക്കുക, ഇവിടെ CH3 ആയിട്ട് മാറി. ആൻഡ് ഇവിടെ ഡബിൾ ബോണ്ട് പോയി, അത് C തന്നെയാണ്. ഇവിടെ CH3 അവിടെ തന്നെ ഇരിപ്പുണ്ട്. ദെൻ ഇവിടെ അപ്പോൾ ഡബിൾ ബോണ്ട് ആയി. അപ്പൊ ഡബിൾ ബോണ്ട് ഇവിടത്തേക്ക് പകരം ഇവിടെയായി. അപ്പൊ ഇവിടെ CH2 വരില്ല, CH മാത്രമേ വരത്തുള്ളൂ. ദെൻ CH2 ഇവിടെ തന്നെ ഉണ്ട്. ദെൻ പൈറോഫോസ്ഫേറ്റ് അവിടെ തന്നെ ഉണ്ട്. സോ ഇതും ആക്ടിവേറ്റഡ് ഐസോപ്രിൻ ആണ്. ആൻഡ് ഇതിന്റെ പേര് ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ്, ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ്. അപ്പൊ ഇതിന്റെ പേര് നമ്മൾ കൊടുക്കുക ഡൈമീഥൈൽ. 2 മീഥൈൽ ഉള്ള അലൈൽ പൈറോഫോസ്ഫേറ്റ് ആണ് സം. സോ Δ3 ഐസോപെന്റനൈൽ പൈറോഫോസ്ഫേറ്റും ഡൈമീഥൈൽ അലൈൽ പൈറോഫോസ്ഫേറ്റും രണ്ടും എന്താണ്? രണ്ടും ആക്ടിവേറ്റഡ് ഐസോപ്രീൻ തന്നെയാണ്. ഇതാണ് അടുത്ത ആക്ടിവേറ്റഡ് ഐസോപ്രീൻ. ആൻഡ് ഈ റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ ആണ്. ഇതിന് അങ്ങോട്ടാകാം ഇങ്ങോട്ടാകാം. അപ്പൊ ഇതുണ്ടായി കഴിഞ്ഞാൽ ഇതുണ്ടാകാം, ഇതുണ്ടായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറിക്കൊണ്ടിരിക്കാം. അപ്പൊ നമുക്ക് ഈ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം കിട്ടും എന്നാണ് അർത്ഥം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. അപ്പൊ ഞാൻ ഇനി പരീക്ഷയ്ക്ക് എഴുതാനല്ലാത്ത ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. എന്താണ് ഈ ഐസോപ്രിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ഐസോപ്രിൻ വരയ്ക്കാം. ഇവിടെ H2CH2 ആണ്. ദെൻ ഇവിടെ ഡബിൾ ബോണ്ട് ഞാൻ വരയ്ക്കുന്നു. ദെൻ ഒരു C ഉണ്ട്, ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. ദെൻ പിന്നെ ഒരു C, ഒരു H, ദെൻ CH2 ഉണ്ട്. ആൻഡ് ഇവിടെയും ഡബിൾ. സോ ഇവിടെയും ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെയും ഡബിൾ ബോണ്ട്. സോ ഈ 2 ഡബിൾ ബോണ്ടും ഉള്ളതുകൊണ്ട് വേറെ ആൾക്കാർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ നടത്താനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ ഡബിൾ ബോണ്ടിനെ ഇതിനെ തന്നെ നമ്മൾ വേറെ രീതിയിൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ CH2 എന്ന് ഞാൻ എഴുതുന്നു, ഇവിടെ C ഉണ്ട്, CH3 ഉണ്ട്. ഈ ഡബിൾ ബോണ്ട് ഞാൻ മാറ്റി ഇവിടെയാക്കിയാണ് ഡബിൾ ബോണ്ട് എങ്കിൽ ഇവിടെ CH ആയി, ഇവിടെ CH2. സോ എന്താണ് സംഭവിക്കാന്ന് വെച്ചാൽ ഇവിടെയും ഇവിടെയും റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാർബൺ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഈ കാർബണിന്റെ ഈ ഡബിൾ ബോണ്ട് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പിടിക്കാൻ പറ്റും. സോ നമുക്കൊരു കാർബണിനെ മറ്റൊരു കാർബണായിട്ട് പിടിപ്പിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇവിടെ വേറൊരു കോമ്പൗണ്ടിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇതേപോലത്തെ സാധനത്തിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനും ഇവിടെ കയറി പിടിക്കാം എന്നുള്ളതാണ്. സോ സ്ട്രെയിറ്റ് ആയിട്ട് കാർബണായിട്ട് ബോണ്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ്. കാർബൺ ടു കാർബൺ നമുക്ക് ചേർക്കാം. സോ കാർബൺ ടു കാർബൺ ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പോളിമർ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഒരു പോളിമർ ഓഫ് വാട്ട്? ഐസോപ്രിൻസിന്റെ പോളിമർ നമുക്ക് ഉണ്ടാക്കാം അല്ലെ. അപ്പൊ കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ നമുക്ക് എന്താ വേണ്ട? 27 കാർബൺ ഉള്ള ഒരു ചെയിൻ നമുക്ക് വേണം. സോ അപ്പൊ നമുക്ക് ഇത്രയും സംഭവം ഉണ്ടെങ്കിൽ 4 എണ്ണം ഉണ്ടെങ്കിൽ അടുത്തൊരെണ്ണം കൊണ്ടുവന്ന് പിടിപ്പിക്കുക, അതിനെ അടുത്ത് കൊണ്ടുവന്ന് പിടിപ്പിക്കുക. ഇങ്ങനെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാർബൺ ചെയിന്റെ നീളം കൂട്ടാനായിട്ട് പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐസോപ്രിൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ ഐസോപ്രിൻ ഒന്ന് ഇതാണ്, ഒന്ന് ഇതാണ്. അപ്പൊ നമ്മൾ സ്റ്റേജ് 3ലേക്ക് കടക്കുന്നു. സ്റ്റേജ് 3 എന്ന് നമ്മൾ പറഞ്ഞത് പോളിമറൈസേഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. പോളിമറൈസേഷൻ ഓഫ് 6 ഐസോപ്രിനോൾസിനെ നമ്മൾ പോളിമറൈസ് ചെയ്താണ്. ഐസോപ്രിനോളിനെയാണ് പോളിമറൈസ് ചെയ്തത്. കിട്ടുന്ന സാധനത്തിന്റെ പേര് സ്ക്വാലീൻ എന്നാണ്. സോ അപ്പൊ നമ്മൾ ഇത്രയും നേരം മോളിക്കുലാർ ഫോർമുല എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇനി നമുക്ക് അങ്ങനെ എഴുതിക്കൊണ്ട് പോകാൻ പറ്റില്ല. നമുക്ക് സ്ട്രക്ചറൽ ഫോർമുലയിലേക്ക് കടക്കണം. അതാണ് ഈസി. അപ്പൊ നമ്മൾ Δ3 ഐസോപെന്റനൈൽ പൈറോഫോസ്ഫേറ്റിനെ എങ്ങനെ വരയ്ക്കുന്ന വെച്ചാൽ ഇങ്ങനെ വരയ്ക്കാൻ ഒരു M വരയ്ക്കുക. സിമ്പിൾ ആണ്. ഇവിടെ തന്നെ ഫസ്റ്റ് ഞാൻ ഒരു ഡബിൾ ബോണ്ട് ഇടുക, ദെൻ ഇവിടെ ഇടുക. പിന്നെ ഇവിടെ ഉള്ള എന്താണ്? ഒരു P ഉണ്ട്, ഒരു P, 2 പൈറോഫോസ്ഫേറ്റ്. അപ്പൊ മറ്റേതോ ഡൈമീഥൈൽ അലൈൽ പൈറോഫോസ്ഫേറ്റ് എങ്ങനെ വരയ്ക്കുന്നു വെച്ചാൽ അതിനും നമ്മൾ തൽക്കാലം ഒരു M എങ്ങനെ എഴുതുക. ഡബിൾ ബോണ്ട് പക്ഷേ ഇവിടെയാണ്, ഇവിടെ ഒരു വര ഇടുക. അത് CH3 ഗ്രൂപ്പ് ആണ് നമുക്കറിയാം. ദെൻ ഒരു P ഉണ്ട്, ഒരു P പൈറോഫോസ്ഫേറ്റ്. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് 2, 3 ഈ 3നും ഇടയിലാണെന്നുള്ളതാണ് ഒരു വ്യത്യാസം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇതിനകത്തേക്ക് ഇൻടു ദ ഡൈമീഥൈൽ അലൈൽ പൈറോഫോസ്ഫേറ്റ്, ഇതിനകത്തേക്ക് അത് ഞാൻ മാറ്റി വരയ്ക്കാം. ഇതിനകത്തേക്ക് ഞാൻ മാറ്റി വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരച്ചു. ദെൻ ഇങ്ങനെ ഉണ്ട്. ദെൻ ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഇവിടെ ഒരു സംഭവം ഉണ്ട്. ദെൻ ഇവിടെ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അതാണ് ഫോസ്ഫേറ്റ് ബോണ്ടുകളാണ്. പക്ഷെ അവിടേക്കാണ് നമ്മൾ എന്തിനെ പിടിപ്പിക്കുക? അവിടേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ സംഭവം പിടിപ്പിക്കുകയാണ്. Δ3 ഐസോപെന്റനൈൽ പൈറോഫോസ്ഫേറ്റ് ഇവിടേക്ക് പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അത് ഇങ്ങോട്ടേക്ക് എഴുതാം. ഇങ്ങോട്ടേക്ക് വരച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്കിനി കിട്ടുന്നത് ഒരു M എഴുതുക. M എഴുതിയിട്ട് നമ്മൾ ഇവിടെ ഫസ്റ്റ് ചേർത്ത ഭാഗത്ത് തന്നെ നമുക്ക് ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഡബിൾ ബോണ്ട്. ദെൻ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? ഒരു പൈറോഫോസ്ഫേറ്റ് വേണം. സോ 2 P എഴുതി. സോ നമുക്ക് കിട്ടിയത് ജെറാനൈൽ പൈറോഫോസ്ഫേറ്റ് ആണ്. സോ ഇതിന്റെ പേരാണ് ജെറാനൈൽ പൈറോഫോസ്ഫേറ്റ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ആൻഡ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 10 കാർബൺ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അപ്പൊ ഇതിന് വേണ്ട എൻസൈം ഈസ് പ്രിനൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആണ് വേണ്ടത്. സോ 2 ഐസോപ്രിനോൾ യൂണിറ്റിനെ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ ജോയിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന്റെ ഈ
ഫോസ്ഫേറ്റ് അങ്ങോട്ട് ഇതിന്റെ ഈ ഫോസ്ഫേറ്റ് അങ്ങോട്ട് മാറ്റിയിട്ട് ഈ ഗ്രൂപ്പ് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പിടിപ്പിക്കലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഉണ്ടായ ജെറാനൈൽ പൈറോഫോസ്ഫേറ്റിലേക്ക് ഞാൻ അവിടെ വീണ്ടും വരച്ചു വെച്ചിട്ടുണ്ട്. ആ പൈറോഫോസ്ഫേറ്റിന്റെ ഇവിടം വരെ ഞാൻ വരച്ചിട്ടുള്ളൂ. ഈ ബോണ്ട് ഉണ്ട്. പൈറോഫോസ്ഫേറ്റിലേക്ക് നമ്മൾ വീണ്ടും പഴയ നമ്മളുടെ ഡെൽറ്റ 3 ഐസോപ്രിനൈൽ പൈറോഫോസ്ഫേറ്റ് പിടിപ്പിക്കുകയാണ്. സെയിം നമ്മൾ ഇവിടെ എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെ വീണ്ടും പിടിപ്പിച്ചു കഴിഞ്ഞാൽ ദാ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് പോകും. ദെൻ വീണ്ടും ഇങ്ങനെ വരും. ദാ ഡബിൾ ബോണ്ട് ഇവിടെ തന്നെയാണ്. ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. ഓക്കെ, ദെൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്. സോ ഇതാണ് മൂന്നാമത്തെ നമ്മൾ ആഡ് ചെയ്ത സംഭവം. ഇത് നമ്മൾ രണ്ടാമത് ആഡ് ചെയ്തത്. ഇത് നമ്മുടെ ഫസ്റ്റ് സംഭവം. സോ ഫസ്റ്റ് ഐസോപ്രിൻ, സെക്കൻഡ് ഐസോപ്രിൻ ആൻഡ് തേർഡ് ഐസോപ്രിൻ. സോ 3 ഐസോപ്രിൻ ചേർന്ന് കിട്ടുന്ന ഈ കോമ്പൗണ്ടിന്റെ പേരാണ് ഫാർസിനൈൽ പൈറോഫോസ്ഫേറ്റ് ആയി. സോ ഇവിടെയും എൻസൈം ഈസ് പ്രിനൈൽ ട്രാൻസ്ഫറേസ് തന്നെയാണ്. അപ്പോൾ ഫാർസിനൈൽ പൈറോഫോസ്ഫേറ്റ് ആൻഡ് ഇന്റർമീഡിയറ്റ് ആണ്. ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. പല കാര്യങ്ങൾക്കും നമുക്കിത് വേണം. എവിടെയെല്ലാം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർസിനൈൽ പൈറോഫോസ്ഫേറ്റ് നമുക്ക് യൂബിക്വിറ്റോൺ ഉണ്ടാക്കാൻ വേണം. യൂബിക്വിറ്റോൺ നമ്മൾ എവിടെയാണ് കേട്ടുള്ളത്? കോ എൻസൈം ക്യൂ അല്ലെ? കോ എൻസൈം ക്യൂ ഇൻ ETCയിൽ കേട്ടിട്ടുണ്ടാകും. സോ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഫാർസിനൈൽ പൈറോഫോസ്ഫേറ്റ് നമുക്ക് വേണം. ദെൻ ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആയിട്ടുള്ള ഡോളിക്കോൾ എന്ന് പറയുന്ന ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ഉണ്ടാക്കാനായിട്ട് ഇത് വേണം. ഇനി അടുത്തൊരു ആക്ഷൻ ആണ് പ്രോട്ടീൻ പ്രിനൈലേഷന് വേണം. അപ്പോൾ ഇവിടെ സെൽ മെംബ്രെയിൻ ആണെങ്കിൽ ഇവിടെ ഒരു പ്രോട്ടീൻ ഇരിപ്പുണ്ടെങ്കിൽ അത് പിടിച്ചിരിപ്പിക്കുന്നത് ഇവിടെ ഫാർസിനൈലായിരിക്കും. സോ ഇതിനാണ് പ്രോട്ടീൻ പ്രിനൈലേഷൻ ആങ്കർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലിപിഡ്. അത് ഫാർസിനൈലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ മെംബ്രെയിൻ എസെൻഷ്യൽ പ്രോട്ടീൻ. സോ ട്രാഫിക്കിങ്ങിൽ വളരെ പ്രധാനമാണ് ഈ ഫാർസിനൈൽ പൈറോഫോസ്ഫേറ്റ്. ഈ ഫാർസിനൈലിൽ 15 കാർബൺ ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ 2 ഫാർസിനൈൽ പൈറോഫോസ്ഫേറ്റ് ചേർത്ത് വെക്കുകയാണ്. സോ ഇത് ഞാൻ കുറച്ച് വൃത്തിയായിട്ട് വരെ 15 കാർബൺ ഉള്ള ഫാർസിനൈൽ പൈറോഫോസ്ഫേറ്റ് ആണ്. ആൻഡ് ഇത് 2 ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 30 കാർബൺ ഉള്ള സ്ക്വാലീൻ കിട്ടും. സോ ലാസ്റ്റ് സ്റ്റെപ്പാണ് സ്ക്വാലീൻ നമ്മൾ ഉണ്ടാക്കുകയാണ്. സോ അപ്പൊ എൻസൈം നമുക്ക് വേണ്ടത് സ്ക്വാലീൻ ഉണ്ടാക്കുന്നത് സ്ക്വാലീൻ സിന്തേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. ഇവിടെ നമ്മൾ NADPH പ്ലസ് നമ്മൾ ഒരു H പ്ലസും കൂടി കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ NADH നമുക്ക് കിട്ടും. സോ നമ്മൾ ഈ ഭാഗത്തേക്ക് നമ്മൾ അടുത്ത സംഭവത്തെ കൊടുക്കുകയാണ്. അത് നമ്മൾ തലതിരിച്ചാണ് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ഇതാ ഇങ്ങനെ വരയ്ക്കുന്നു, എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നു. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇത് താഴത്തേക്ക് വരയ്ക്കണം. ഇത് മുകളിലേക്കായി. ദെൻ ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നു. ദെൻ ഇങ്ങനെ വീണ്ടും പഴയ പോലെ തന്നെ താഴത്തേക്ക് വരയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മുകളിലേക്ക് പോയി ദെൻ ഇങ്ങനെ വരയ്ക്കുന്നു. ദെൻ ഇങ്ങനെ ഇവിടെയാണ് ഡബിൾ ബോണ്ട് ഇവിടെ. സോ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സംഭവമാണ് സ്ക്വാലീൻ എന്ന് പറയുന്നത്. 2 പൈറോഫോസ്ഫേറ്റ് രണ്ടും പുറത്തേക്ക് പോയി. സോ 2 15 കാർബൺ ഉള്ള ഫാർസിനൈൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് 30 കാർബൺ ഉള്ള സ്ക്വാലിൻ കിട്ടും. അപ്പോൾ സ്ക്വാലിൻ ഉണ്ടായി. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് ഉണ്ടായ സ്ക്വാലിനെ നമുക്ക് സൈക്ലൈസേഷൻ നടത്തലാണ്. അതായത് ഒരു സൈക്ലിക് റിംഗ് ഉള്ള കോമ്പൗണ്ട് ആക്കി മാറ്റണം. സോ നമ്മൾ ഇവിടെ സ്ക്വാലിനെ ഇതേ സ്ക്വാലിൻ തന്നെയാണ് നമ്മളൊന്ന് വ്യത്യാസപ്പെടുത്തി വരയ്ക്കാൻ പോവുകയാണ്. സെയിം സ്ക്വാലിൻ തന്നെ ഇപ്പോൾ വരച്ചതിൽ നിന്നൊന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. സോ സ്ക്വാലിനെ നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം. ആദ്യത്തെ ബോണ്ട് ഇവിടെ ഇങ്ങനെ വരച്ചിട്ട് ഇത് ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. ദെൻ ഇത് ഇങ്ങോട്ടേക്ക് വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാം. ദെൻ ഇത് ഇത്തിരി മുട്ടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ദെൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ദെൻ ഇത് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഇവിടെ ഇവിടെ മുട്ടുന്നില്ല എന്നുള്ളതാണ്. ദെൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ദെൻ ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. ദെൻ പിന്നെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. ആൻഡ് ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. ദെൻ ഇവിടെ ഒരു CH3 ഉണ്ട്. ഇനി ഇത് ഇങ്ങോട്ടേക്ക് പോവുകയാണ്. ഇങ്ങോട്ടേക്ക് പോയി ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വീണ്ടും നമ്മുടെ ഡബിൾ ബോണ്ട് ഉണ്ട്. സ്ക്വയറിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇത് ഇങ്ങനെയായി. ദെൻ ഇത് ഇങ്ങനെ വരച്ചു. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ദെൻ ഇവിടെ CH3 ഗ്രൂപ്പുകളുണ്ട്. സോ സ്ക്വാലിൻ ഒരു ഡിഫറെന്റ് വേയിൽ വരച്ചേ ഉള്ളൂ. കണ്ടാൽ ഇപ്പോൾ ഏകദേശം ഒരു കൊളസ്ട്രോളിന്റെ ലുക്ക് ഒക്കെ ഉണ്ട്. സെയിം സ്ക്വാലിൻ തന്നെയാണത്. ആൻഡ് ഇതിലേക്ക് നമ്മൾ NADPH കൊടുത്തു കഴിഞ്ഞാൽ NADPH പ്ലസ് H പ്ലസും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് NADH ആയിട്ട് മാറും. ആൻഡ് വേണ്ട എൻസൈം എന്ന് പറയുന്നത് സ്ക്വാലിൻ തന്നെയാണ്. സ്ക്വാലിൻ മോണോ ഓക്സിജനേസ്. സോ സ്ക്വാലിനിലേക്ക് മോണോ ഓക്സിജനേസ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഇവിടെ ഒരു വ്യത്യാസമാണ് ഞാൻ പറയാൻ പോകുന്നത്. അവിടെ സംഭവിക്കുന്നത് അവിടെയുള്ള ഡബിൾ ബോണ്ടിന്റെ അവിടെ ഇങ്ങനെയായിട്ട് മാറും. സോ ഇതൊക്കെ ഇങ്ങനെ തന്നെയുണ്ട്. ഈ സംഭവം ഇവിടെ ഉണ്ട്. ഇത് ഇങ്ങോട്ടേക്ക് ഉണ്ട്. സോ ഈ ഡബിൾ ബോണ്ട് ഇങ്ങനെയായിട്ട് മാറും. ദെൻ അതിനുശേഷം സ്ക്വാലിനെ നമുക്ക് സൈക്ലൈസ് ചെയ്തിട്ട് ലാനോസ്റ്റിറോൾ ആക്കാം. ആൻഡ് ഇനി നമുക്ക് സൈക്ലൈസേഷൻ നടത്താം. അതിന് സ്ക്വാലിൻ സൈക്ലൈസ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. ദെൻ ഇതിനെ നമ്മൾ സ്ക്വാലിൻ സൈക്ലൈസ് എന്ന് പറയുന്ന എൻസൈം, അല്ലെങ്കിൽ നമുക്ക് ലാനോസ്റ്റിറോൾ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോ ലാനോസ്റ്റിറോൾ സിന്തേസ്
സിന്തസിസ് എന്ന് പറയുന്ന എൻസൈം ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കൂട്ടിമുട്ടണം എന്നുള്ളതാണ്. ഡബിൾ ബോൺസ് ഒക്കെ പോയി അവിടെ പോയിന്റ് ഒക്കെ ഒന്ന് കൂട്ടിമുട്ടണം. അപ്പൊ നമുക്ക് ഉണ്ടാവുന്നതാണ് ലാനോസ്റ്റിറോൾ. 30 കാർബണുള്ള ലാനോസ്റ്റിറോൾ ആണ് നമ്മളൊന്ന് കൂട്ടിമുട്ടിച്ചു കഴിഞ്ഞാൽ. വേഗം വരയ്ക്കാൻ ഞാൻ നോക്കാം. ഇവിടെ എങ്ങനെയുണ്ട്? ഇവിടെ ഈ എപ്പോക്സൈഡ് പോയി അവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്നു, OH ഗ്രൂപ്പ് വന്നു. ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ദെൻ ഇവിടെ വീണ്ടും സെക്കൻഡ് റിംഗ് വന്നു. ദെൻ മൂന്നാമത്തെ റിംഗ് ഞാൻ എങ്ങനെ വരയ്ക്കാം? ദെൻ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് എപ്പോഴും. ദെൻ പിന്നെ ഉള്ളത് ഇവിടെ 5 കാർബണുള്ള ഒരു റിംഗ് ആണ്. ദെൻ ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. ഇനി ഇത് മുകളിലേക്ക് പോകുന്നു. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ദാ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ ബോണ്ട് ഇപ്പോഴും ഉണ്ട്. സോ ഇതാണ് ലാനോസ്റ്റിറോൾ എന്ന് പറയുന്ന സംഭവം. ലാനോസ്റ്റിറോളായി ഇതിന് 30 കാർബൺ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ലാനോസ്റ്റിറോളിനെ കൊളസ്ട്രോൾ ആക്കലാണ് ഫൈനൽ സ്റ്റെപ്പ്. 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ലാനോസ്റ്റിറോൾ വൃത്തിയായിട്ടൊന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. ഇതിന് ഏകദേശം ഒരു 20 സ്റ്റെപ്പ് ഇവിടെ നടക്കുന്നുണ്ട്. സോ അതെല്ലാം നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ ഇതിൽ നമുക്ക് കൊളസ്ട്രോൾ കിട്ടും. ഇതിന് 30 കാർബൺ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന കൊളസ്ട്രോളിൽ നമുക്ക് 27 കാർബൺ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ ഓക്സിജൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വാട്ടർ ആയിട്ടായിരിക്കും മാറുക. ദെൻ ഇവിടെ നമ്മൾ വീണ്ടും NADPH+H+ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് NADP+ ആയിട്ട് മാറുന്നു. സോ അപ്പോൾ നമുക്ക് ഫൈനൽ നമ്മുടെ കൊളസ്ട്രോൾ കിട്ടും. കൊളസ്ട്രോളിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിരിക്കണം. സോ കൊളസ്ട്രോളിന്റെ സ്ട്രക്ചർ ഇതാണ്. ഫസ്റ്റ് റിംഗ് A എന്ന് വിളിക്കാം. ആൻഡ് ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. സോ അപ്പോൾ ഇവിടെ ഈ സംഭവം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദെൻ രണ്ടാമത്തെ റിംഗ് B ഞാൻ വരികയാണ്. റിംഗ് B എന്ന് പറയുന്നത് ഇവിടെയാണ്. ആൻഡ് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. 5 ഇത് 5 6 ഇത് നമ്മളുടെ പൊസിഷൻ നമ്പർ 1 ആണെങ്കിൽ 2 ആണെങ്കിൽ ഇത് 3 ആണെങ്കിൽ ഇത് 4 ഇത് 5 5 6 ഡബിൾ ബോണ്ട് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെയുള്ള ഈ സംഭവം ഇവിടെയും ഉണ്ട്. ദെൻ പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ്. മൂന്നാമത്തെ റിംഗും 6 കാർബണുള്ള റിംഗ് ആണ്. ആൻഡ് ഇവിടെ പിന്നെ അടുത്ത റിംഗ് എന്ന് പറയുന്നത് 5 കാർബണുള്ള റിംഗ് മാത്രമേ ഉള്ളൂ എന്ന് നോക്കും. ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെയും CH3 ഗ്രൂപ്പ് ഉണ്ട്. ഇനി നമ്മൾ നേരെ മുകളിലേക്ക് വച്ചു കഴിഞ്ഞാൽ ഒരു 7 മെമ്പർ റിംഗ് ആണ് നമുക്കുള്ളത്. നമ്മളിങ്ങനെ പറയുന്നത് ഒരു V, വീണ്ടും ഒരു V, വീണ്ടും ഒരു V ഇങ്ങോട്ടേക്ക്. സോ ഇത് 6 ആണ്, ഇത് 7 ആണ്, 8 ആണ്, ഇത് 9 ആണ്, ഇത് 10 ആണ്, ദെൻ 11, 12, 13 അങ്ങനെ അങ്ങ് പോകും. ഓക്കെ, ദെൻ ഇതിന് നമ്മൾ നമ്പർ കൊടുക്കുക. ഇത് 18ാമത്തെയും ഇത് 19ാമത്തെയും ആണ്. ദെൻ 20ാമത്തെ ഇവിടെ ആയിരിക്കും, 21 അങ്ങനെ പോയി 25 ആണ്. അപ്പൊ 26, 27 ആയിട്ട് ഇതിലേതെങ്കിലും കൊടുക്കും. സോ നമുക്ക് കിട്ടി. ഇതാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. സോ ലാനോസ്റ്റിറോളും കൊളസ്ട്രോളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇതിന് 30 കാർബൺ ഉണ്ടായിരുന്നു, ഇതിന് 27 കാർബണേ ഉള്ളൂ. സോ കാർബണിന്റെ എണ്ണം കുറവാണ്. ഷോർട്ടനിങ് ഓഫ് കാർബൺ ചെയിൻ ഉണ്ട്. ദെൻ കാർബൺ 4ലെ മീഥൈൽ ഗ്രൂപ്പ് ഇത് രണ്ടും പോയി. ഇത് കാർബൺ 4 ആയിരുന്നു, ഇവിടെ ഇപ്പൊ ഇതില്ല. ദെൻ കാർബൺ 14ലെ ഒരു കാർബണും ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതും ഇവിടെ കാണുന്നില്ല 14ല്. ദെൻ C8ൽ ഇവിടെ C8 and 9 ഇവിടെ ഉണ്ടായിരുന്ന സംഭവം മാറി 5 and 6ലേക്ക് മാറിയിട്ടുണ്ട്. ദെൻ C24, 25ലുള്ള സംഭവവും ഇവിടെയുള്ള ഡബിൾ ബോണ്ട് ഇവിടെ C24, 25ലെ ഡബിൾ ബോണ്ട് ആയിരുന്നു. ഇതാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. സോ കൊളസ്ട്രോൾ സിന്തസിസ് എന്ന് പറയുന്നത് ഇതാണ്. അതിന്റെ എനർജറ്റിക്സ് കൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മെവലോണൈറ്റിൽ നിന്ന് ഐസോപ്രനോയിഡ് ആക്കാനായിട്ട് നമ്മൾ 3 ATP നമ്മൾ കൊടുത്തിട്ടുണ്ട്. 6 ഐസോപ്രനോയിഡ്സ് ഉണ്ടാകണമെങ്കിൽ അപ്പൊ നമുക്ക് 18 ATP നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ കണക്കാക്കും. സോ ദിസ് ഇസ് ആൻ എനർജി കൺസ്യൂമിംഗ് പ്രോസസ് ആണ് എന്ന് മനസ്സിലാക്കുക. ആൻഡ് ഇതിന്റെ റെഗുലേഷൻ വീഡിയോ ഒരുപാട് നീളമായി. സോ ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.